കേരളത്തിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, ഒരു വ്യക്തി BJP ചെന്ന് കഴിയുമ്പം അവന് ബുദ്ധി കുറയുന്നു. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. അഭിപ്രായം ഇതാണ്. കേരളത്തിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, ഒരു വ്യക്തി BJP ചെന്ന് കഴിയുമ്പം അവന് ബുദ്ധി കുറയുന്നു, അല്ലെങ്കിൽ BJP വരുന്നവർക്ക് പൊതുവെ ബുദ്ധി കുറവാണ്. ഞാൻ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവർ വന്നു കഴിഞ്ഞ് ബുദ്ധി കുറഞ്ഞതാണോ അതോ ഇവർ പൊതുവെ ബുദ്ധി ഇല്ലാത്തവരാണോ? ഞാനും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPക്കാരുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ ഇത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും. കേരളത്തിലെ 99% ആളുകളുടെ മനസ്സിലും ഇങ്ങനൊരു ചിന്താഗതിയുണ്ട്, ഒരു തോട്ടുണ്ട്. അതായത് BJPക്കാര് അല്ലെങ്കിൽ BJP പ്രവർത്തിക്കുന്നവര്, സംഘപരിവാരത്തിൽപ്പെട്ട ആളുകള് BJP നേതാക്കന്മാർക്കൊന്നും ബുദ്ധിയില്ലാത്തവരാണ് എന്നൊരു ചിന്താഗതിയുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് നല്ലപോലെ നിൽക്കുന്ന ആളുകൾ, നമ്മളൊക്കെ ബഹുമാനത്തോടും കാണുന്ന ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ വിട്ടുജനങ്ങൾ വിളിച്ചു പറയുന്നു, വിട്ടുജനങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടാണ് കേരളത്തിലെ 99% ആളുകളുടെ മനസ്സിലും ഇന്ത്യയിലുള്ള BJPക്കാരൊക്കെ മന്ദബുദ്ധികളാണ് എന്ന് ഒരു ധാരണ ഉണ്ടായത്. പക്ഷെ അങ്ങനെയുള്ള 99% ആളുകളുടെ ചിന്താഗതിയിലും ഇദ്ദേഹം പറഞ്ഞ, ഈ ഒരു വ്ളോഗർ പറഞ്ഞ ആ ഒരു കാര്യത്തിലും ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. കുറച്ചുപേരൊക്കെ, കുറച്ചാളുകൾ, ബുദ്ധിയുള്ള ആളുകളും BJPയിലുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അവരുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുക, അതായത് പ്രതികരിച്ചാൽ സ്വയം നാറും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ള BJPയിലും സംഘപരിവാരത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്ക് സംഭവിക്കുന്നത് അവരുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണെന്ന് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഈ BJP നേതാക്കന്മാരുടെ ചില മന്ദബുദ്ധിത്തരം ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് എടുക്കാം, ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം നമുക്കറിയാം, നല്ലൊരു ബിസിനസ്മാൻ ആണ്, പല തന്ത്രങ്ങളും ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒന്നും മന്ദബുദ്ധിയുള്ള ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ 2-3 മാസക്കാലത്തെ വിലക്കയറ്റം നമുക്ക് നോക്കാം. പാചകവാതക ഗ്യാസിന്, അതായത് വാണിജ്യ സിലിണ്ടറിന് 2500 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടി. പെട്രോളിന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 10 രൂപ കൂട്ടി. ഡീസലിനും സമാനമായി കൂടി. ഇന്നലെ പാചകവാതക സിലിണ്ടർ, വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് 29 രൂപ കൂടി. ഇതൊക്കെ കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോഴൊന്നും അദ്ദേഹം ഒരു വാക്ക് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചില്ല. കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ വിലക്കയറ്റത്തിൽ പൊറുതി മുട്ടുന്നു, പെട്രോളിന് ഡീസലിന് വില കൂടിയാല് ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടും എന്നൊന്നും പറഞ്ഞ് പ്രതിഷേധിക്കാൻ 2 വരി പോസ്റ്റ് ഇടാൻ അദ്ദേഹം തയ്യാറായില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ കർഷകരുടെ നിലനിൽപ്പിന് വേണ്ടി മിൽമ പാൽ 4 രൂപ കൂട്ടിയപ്പോ അവിടെ ചാടി എഴുന്നേറ്റ് പ്രതികരണമായിട്ട് വന്നു. അതായത് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനായി ബാധിക്കുന്ന പ്രശ്നം വന്നപ്പോൾ മിണ്ടാതിരിക്കുകയും, പാലിന് 4 രൂപ കൂട്ടിയപ്പോൾ, കർഷകർക്ക് വേണ്ടി 4 രൂപ പാലിന് കൂട്ടിയപ്പോൾ അവിടെ വില കുറയ്ക്കണം, ആ നടപടി പിൻവലിക്കണം, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് മുമ്പോട്ട് വരികയും ചെയ്ത് പ്രസ്താവന ഇറക്കി അദ്ദേഹം പ്രതികരിച്ചു. അത് കാണുന്നവരെന്താ വിചാരിക്കുന്നത്? അതായത് ഇന്ത്യയിലെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ഈ പെട്രോളിനും ഡീസലിനും കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് വില കൂട്ടുമ്പോൾ ഇവിടെ എല്ലാത്തിനും വില കൂടും എന്നിരിക്കെ അത് പറയാതെ പാലിന് വില കൂടിയപ്പോ ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു കാരണം. അതൊരു ബുദ്ധി കുറവുള്ളതിന്റെ ഒരു ലക്ഷണമായി ആളുകൾ കാണുന്നു. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കുറെ പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. അതില് പിന്നെ ഇപ്പോഴത്തെ MLA കാര്യം പറയാം. അതായത് നമ്മുടെ കഴക്കൂട്ട MLA ശ്രീ മുരളീധരൻ, അദ്ദേഹം പെട്രോളിന്റെ വില കൂടുതലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമുക്കറിയാം, ആഗോള വിപണിയിൽ കൂടുന്നതിന്റെ ഒരു അംശത്തിന്റെ കുറവാണ് ഇവിടെ കൂടുന്നത്, ഇവിടെ കൂടുന്നതിന്റെ അംശത്തിന്റെ കുറവാണ് അവിടെ കൂടുന്നതൊക്കെ പറഞ്ഞ് കുറെ ഉരുണ്ടുകളി. അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അറിയാൻ കഴിയും, അല്ലെ? പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും
നമ്മൾ BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാണുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ അവർ ചാണകത്തിന് വേണ്ടി വാദിക്കുകയാണ്. ചാണകത്തിൽ യുറേനിയം ഉണ്ടെന്നോ പ്ലൂട്ടോണിയം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഗോമൂത്രത്തിൽ ക്യാൻസറിന്റെ മെഡിസിൻ ഉണ്ടെന്നോ അങ്ങനൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി വാദിക്കുകയും അത്തരം കാര്യങ്ങൾ കുടിച്ചു പോലും കാണിക്കാൻ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ വിശ്വസിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മൂത്രം കുടിക്കുന്നവരുണ്ട്, അതുപോലെ ചാണകം തിന്നുന്നവരുണ്ട്. ഇഷ്ടംപോലെ BJP സംഘപരിവാരപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. വിളിക്കാൻ കാരണം 33 വിഭാഗത്തിൽപ്പെട്ട ദേവതകൾ അല്ലെങ്കിൽ 33 കോടി ദേവതകളെ സകല മൂർത്തികളുടെ സാന്നിധ്യം പശുവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാര്. നിങ്ങൾക്ക് ഒന്നുകിൽ ആചാര്യം പറഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായ പിൻബലത്തിൽ പോകാം. ശാസ്ത്രീയമായ പിൻബലത്തിലാണെങ്കിൽ ജർമ്മനിയിലെ സയന്റിസ്റ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗുജറാത്തിൽ നടന്നു നാടൻ പശുവിന്റെ മൂത്രത്തിലും ചാണകത്തിലും ഒക്കെ പാലിലും ഒക്കെ സ്വാഭാവികമായിട്ട് ബോറോൺ ഹൈഡ്രോക്സൈഡ് ഈ സത്യത്തില് ഇതുപോലെ നിരവധി സംഗതികള് ഇതുപോലുള്ള ആളുകൾ പറയുന്നുണ്ട്. പശുവിനെ ദൈവമായി കണ്ടോളൂ, നിങ്ങൾ അതിനെ ആരാധിച്ചോളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും മതസ്വാതന്ത്ര്യവും ഒക്കെയാണ്, അതൊക്കെ വിടുക. പക്ഷെ ചാണകത്തില് പ്ലൂട്ടോണിയം യുറേനിയം ഉണ്ടെന്നും അതുപോലെ മൂത്രത്തില് ക്യാൻസറിന്റെ മരുന്നുണ്ടെന്നും മൂത്രം ഔഷധമാണെന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇതുപോലുള്ള സംഘപരിവാർ BJP ആളുകൾ മന്ദബുദ്ധികളാണ്, ബുദ്ധിയില്ലാത്തവരാണെന്ന് ജനങ്ങൾ ധരിക്കുന്നത്. അങ്ങനെ അനവധി സംഭവങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് BJPയെ ടോട്ടലായി BJPയിലുള്ള ആണികളും നേതാക്കന്മാരും BJPയിലേക്ക് വരുന്നവരൊക്കെ മന്ദബുദ്ധികളായി മാറുന്നു എന്നൊരു ധാരണ പൊതുസമൂഹത്തിനുള്ളത്. നമ്മൾ DGP ആയിട്ട് വിരമിച്ച സെൻകുമാർ, ശ്രീലേഖ, പിന്നെ ജേക്കബ് പുനൂസ്, അദ്ദേഹം കുറച്ച് കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകള് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പഠിച്ച് വിജയിച്ച് അത്തരം പൊസിഷനിൽ എത്താൻ പറ്റൂ. പക്ഷെ അവർ BJPയിലേക്ക് വരുമ്പോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നു, അതുപോലെ തന്നെ മന്ദബുദ്ധിത്തരങ്ങൾ കാണിക്കുന്നു, പരസ്പര ബോധമില്ലാതെ സംസാരിക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുമോ? കേന്ദ്രം ഭരിക്കുന്ന BJP, ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകളും ഒക്കെ മിക്കവാറും 90% അദാനി അംബാനി പോലുള്ള കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അത് നമുക്കെല്ലാം അറിയാം. അങ്ങനെ ഭരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ബീഹാറില് 2500 ഏക്കർ സെന്റ് വസ്തു 2500 ഏക്കർ വസ്തു ₹1 വെച്ച് അദാനിക്ക് കൊടുത്തു. മനസ്സിലായോ? അതുപോലെ ഇവിടെയുള്ള എയർപോർട്ടുകളും തുറമുഖങ്ങളും ഒക്കെ അദാനിക്ക് കൊടുത്തു. പിന്നെ ഗ്യാസും പെട്രോളിന്റെയൊക്കെ നിർമ്മാണവും പ്രവർത്തനങ്ങളും ഒക്കെ അംബാനിക്ക് കൊടുത്തു. പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ഏതോ ഒരു സ്ഥലത്ത് എനിക്കറിയില്ല, 16,000 ഹെക്ടർ ഭൂമി വനഭൂമി നശിപ്പിക്കാനും അവിടെ വേറെന്തോ ബിൽഡിംഗ് പണിയാനും വേണ്ടി അദാനിക്ക് വിട്ടുകൊടുത്തു. അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങള് കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആർക്കാ? അദാനി അംബാനി പോലുള്ള മുതലാളിമാർക്ക് വേണ്ടിയിട്ട്. അതിനെ പ്രതിരോധിക്കാൻ അണികൾ പാടുപെടേണ്ടി വരും. ഇത്തരം അനീതികൾ ചെയ്യുമ്പോൾ അതിനെതിരെ സമൂഹവും പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഇവർക്ക് കിടന്ന് ഉരുളേണ്ടി വരും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി. അപ്പൊ മന്ദബുദ്ധിത്തരങ്ങൾ സ്വാഭാവികമായും പുറത്തു വരും, അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഇവരൊക്കെ മന്ദബുദ്ധികളായി, BJP നേതാക്കന്മാരെയും അണികളൊക്കെ മന്ദബുദ്ധികളായി കേരള സമൂഹം കാണുന്നത്. മറ്റൊരു വിഷയം കൂടി കേട്ടോ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ. നമുക്കറിയാം പാലക്കാട് നിയമസഭാ ഇലക്ഷനോട് ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടന്നൊരു സംഭവം. തന്റെ കൂടെയുള്ള ഒരു സ്ത്രീ, ഒരു അമ്മുമ്മയ്ക്ക് വോട്ടിന് വേണ്ടി പൈസ കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ഷൂട്ട് ചെയ്ത് നമ്മളെല്ലാം കണ്ടു. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിഴൽ, മുല്ലപ്പൂ വെച്ച നിഴൽ. എന്നിട്ടും അവര് പറയുകയാണ് അങ്ങനെ ഒരാള് വണ്ടിയിലില്ല. ആ സ്ത്രീ വണ്ടിയിലിരിക്കുന്നതും അവരെ ഷൂട്ട് ചെയ്തൊക്കെ നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അതെല്ലാം നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഒന്ന് പറയുക അങ്ങനെ ഒരാളില്ല, അതൊരു നിഴലായിരുന്നു എന്ന്, മുല്ലപ്പൂ വെച്ച നിഴലായിരുന്നു എന്ന്. അതൊരു മന്ദബുദ്ധിതരം. ഓക്കെ, അതിനെ ഏറ്റുപിടിക്കാൻ BJPയുടെ ഒരു നേതാവുണ്ട്. പുള്ളിയുടെ പേര് ഒരു ചെറുപ്പക്കാരനാണ്, ശ്രീകുട്ടനോ അങ്ങനെ കണ്ടൊരു പേരാണ്. പുള്ളി ചാനലിൽ വന്നിരുന്ന് പറയുകയാണ് അത് നിഴലായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ബുദ്ധിയുള്ള ജനങ്ങള് ചിന്തിക്കില്ലേ, ഇവർ മന്ദബുദ്ധികളാണല്ലോ എന്ന് ചിന്തിക്കില്ലേ?
അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നിങ്ങളെല്ലാവരെയും അതായത് ബി ജെ പിക്കാരെല്ലാവരെയും നേരത്തെ ഈ മാന്യ അദ്ദേഹം പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളാണ്, ബി ജെ പിയിലേക്ക് വരുന്നവരൊക്കെ ബുദ്ധിയില്ലായ്മ കൊണ്ട് വരുന്നതാണെന്നൊക്കെയുള്ള പ്രസ്താവനകളും അത്തരം തോന്നലുകളും ഉണ്ടാവുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ആ തോന്നലുകളെ നിങ്ങൾ മാറ്റിയെടുക്കണം. തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയും. കാരണം നിങ്ങൾ BJP ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളിൽപ്പെട്ട ആളുകൾ മന്ദബുദ്ധികളാണെന്നുള്ളൊരു തോന്നൽ കേരളത്തിലെങ്കിലും നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും സഹായിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, വാക്കുകൊണ്ട് പ്രതികരിക്കാൻ, ഇല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊണ്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവണം. ഇപ്പൊ പെട്രോളിന് വില കൂടിയാൽ കുറച്ചു നാൾ മുമ്പ് BJP എന്താ ചെയ്തത്? ഗ്യാസിന് വില കൂടിയപ്പോ എന്താ ചെയ്തേ? സൈക്കിളുമായിട്ട് നടു റോഡിൽ ഇറങ്ങുകയും ഗ്യാസ് കുറ്റി ചുമന്നുകൊണ്ട് BJP നേതാക്കന്മാര് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തല്ലോ. അത്തരം കാര്യങ്ങൾ അന്ന് നിങ്ങൾ ചെയ്തു, അതായത് UPA ഗവൺമെന്റ് ഭരിച്ചപ്പോൾ ചെയ്തു. എന്തുകൊണ്ട് BJP ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഇപ്പൊ വില കൂട്ടിയപ്പോഴും പ്രതികരിക്കണ്ടേ? പാർട്ടിക്കാരാണ്, ശരിയാണ്. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട്. ഇവിടെയുള്ള ബീഫിന്റെ പേരിൽ ആളുകൾ തല്ലിക്കൊല്ലുന്നതിൽ പ്രതികരിക്കണം. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ നിങ്ങൾ പ്രതികരിക്കണം. ഇന്ത്യയെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. 2014 നിന്നും 100 വർഷം പിന്നോട്ടടിച്ച ഇന്ത്യയുടെ ഭരണം, ഇന്ത്യയുടെ വികസനം, അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. വർഗീയതയ്ക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ഇവിടെയുള്ള ദാരിദ്ര്യം കൂടുന്നതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെങ്കിലും പ്രത്യേകിച്ച് ചാണകത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ചാണകം നിങ്ങളൊരു ദേശീയ സാധനമായിട്ട് ജനങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിലെങ്കിലും അത് മാറ്റിയെടുക്കണം. ചാണകത്തിന്റെ വഴിക്ക് വിട്. ഫുഡ് വേസ്റ്റ് ആണ്, അതിൽ ഔഷധ ഗുണങ്ങളൊന്നുമില്ല. ഫുഡ് കഴിച്ച് നമുക്കറിയാം അങ്ങനത്തെ ഒരു സാധനമാണ് ചാണകം. ഗോമൂത്രം അല്ലെങ്കിൽ മൂത്രം, അതൊരു വേസ്റ്റ് ആണ്. അത് പറയാൻ തയ്യാറാവണം. നിങ്ങളത് കുടിക്കരുത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ കേരള സമൂഹം നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ മന്ദബുദ്ധികളല്ല. നേരത്തെ മാന്യ അദ്ദേഹം പറഞ്ഞ പോലെ BJP-യിലേക്ക് വന്നിട്ട് മന്ദബുദ്ധികളാവുന്നതാണോ, അല്ലെങ്കിൽ BJP-ക്കാർ മൊത്തം മന്ദബുദ്ധികളാണോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറി നിങ്ങൾ തെറ്റിനെതിരെ, അല്ലെങ്കിൽ അത്തരം ഈ ചാണകം പോലുള്ള സംഭവങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ BJP-ക്കാർക്കിടയിൽ തന്നെ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്നും നിങ്ങൾ നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരാണെന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾക്ക് ഒരു തോന്നലുണ്ടാവും. അത് നല്ലൊരു ടിപ്സാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ദുഷ്പേര്, BJP-യിലേക്കുള്ള ആളുകൾ, BJP-ക്കാരൊക്കെ മന്ദബുദ്ധികളാണെന്നുള്ള ദുഷ്പേര് നമുക്ക് പതുക്കെ കൊണ്ട് മാറ്റാൻ കഴിയും. അതിന് എന്റെ സഹായം എന്താണോ അത് നിങ്ങൾ BJP-ക്കെതിരെ അല്ലെങ്കിൽ BJP-യുടെ അത്തരം നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളത് വാർത്തയാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം കൂടി ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. നന്ദി. കേരളത്തിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, ഒരു വ്യക്തി BJP ചെന്ന് കഴിയുമ്പം അവന് ബുദ്ധി കുറയുന്നു, അല്ലെങ്കിൽ BJP വരുന്നവർക്ക് പൊതുവെ ബുദ്ധി കുറവാണ്. ഞാൻ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവർ വന്നു കഴിഞ്ഞ് ബുദ്ധി കുറഞ്ഞതാണോ, അതോ ഇവർ പൊതുവെ ബുദ്ധി ഇല്ലാത്തവരാണോ? ഞാനും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP-ക്കാരുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ ഇത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിപ്പോവും.